അഫാനെ കുറിച്ച് ആർക്കും ഒരു പരാതിയുമില്ല. എല്ലാവരോടും വളരെ നന്നായി സംസാരിക്കുന്ന ഒരു ചെറുക്കനായിരുന്നു അഫാൻ എന്നാണ് പലർക്കും പറയാനുള്ളത്. ഇപ്പോൾ അഫാനെ പറ്റി ഒരു ആശാ വർക്കർ പറഞ്ഞ ഒരു വാചകം, എനിക്ക് ചെറുപ്പം മുതലേ അവനെ അറിയാം. എന്നും പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന നല്ല ചെറുപ്പക്കാരനായിരുന്നു. സ്വന്തം മുത്തശ്ശി അനിയനെ അടക്കം 5 പേരെ കൊലപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ പേരുമല സ്വദേശി അഫാനെ പറ്റി നാട്ടിലെ ആശാ വർക്കർ പറഞ്ഞ വാക്കുകളാണ്. എപ്പോഴും ബൈക്കിലാണ് അഫാൻ സഞ്ചരിക്കുന്നത് എന്നും നന്നായി എല്ലാവരോടും ഇടപെടുന്ന കുട്ടിയായിരുന്നു എന്നും എല്ലാ നാട്ടുകാരും പറഞ്ഞു. അതിലാർക്കും യാതൊരു സംശയമില്ല. അച്ഛനോടൊപ്പം വിദേശത്തായിരുന്ന അഫാൻ ഈ അടുത്തിടെയാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. കല്ലറ പാങ്ങോടെത്തി പിതാവിന്റെ അമ്മ സൽമ ബീവിയാണ് ഇയാൾ ആദ്യം തലക്കടിച്ചു കൊന്നത്. പിന്നീട് പുല്ലമ്പാറ ആലമുക്കിലെത്തി പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെയും വെട്ടിക്കൊന്നു. പിന്നീടാണ് പേരുമലയിലെ വീട്ടിലെത്തി അമ്മ ഷമീന, 3 ദിവസമായി വീട്ടിലുള്ള പെൺകുട്ടി ഫർഷാന, അതുപോലെ സ്വന്തം സഹോദരൻ അഫ്സാൻ എന്നിവരെ ആക്രമിച്ചത്. ക്യാൻസർ രോഗിയായ ഷമീന ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെട്ടേറ്റ സഹോദരനും പെൺകുട്ടിയും മരിച്ചു. കൊലപാതകത്തിന് ശേഷം വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടാണ് പ്രതി പോലീസ് സ്റ്റേഷനിലെത്തിയത്. എന്തിനാണ് കാമുകിയെ കൊലപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒറ്റപ്പെട്ടു പോകും, താൻ മരിച്ചാൽ അവൾ ഒറ്റപ്പെട്ടു പോകും, അതുകൊണ്ടാണ് അവളെ കൊലപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. താൻ എലിവിഷം കഴിച്ചു എന്ന് പോലീസുകാരോട് അഫാൻ പറഞ്ഞിരുന്നു. 6 പേരെ കൊലപ്പെടുത്തി എന്ന യുവാവിന്റെ കുറ്റസമ്മതത്തിൽ പോലീസും തലസ്ഥാന നഗരിയും ഒരുപോലെയാണ് ഞെട്ടിയത്. പിതാവ് റഹീമിന്റെ ഉമ്മയും സ്വന്തം സഹോദരനും അടക്കം സ്വന്തം കുടുംബത്തിലെ 5 പേരെയാണ് 21 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് കൊലപ്പെടുത്തിയത്. 5 പേരെ കൊലപ്പെടുത്തിയതായി പേരുമല സ്വദേശി അഫാൻ തന്നെയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയത്. ഒരാൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത് അഫാന്റെ ഉമ്മയാണ്. യുവാവിന്റെ പിതാവിന്റെ അമ്മ സൽമ ബിവി, പ്രതിയുടെ അനുജൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതാവിന്റെ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. എന്തായാലും സ്ഥിരമായി പള്ളിയിൽ പോകുന്ന ആളാണ്, നോമ്പ് പിടിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ആശാവർക്കർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വെച്ച് ഒരു മനുഷ്യനും ഒരിക്കലും അവരുടെ മാനസിക നില കൈവിടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പെരുമാറാവൂ എന്ന് ചിന്തിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. മനുഷ്യൻ്റെ മനസ്സ്, ആ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഉത്തരം തരാത്ത, പിടിതരാത്ത ഒരു പ്രഹേളികയൊക്കെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനൊരു അവസരത്തിൽ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. വേദനിക്കുന്നത് കണ്ടാൽ അല്ലെങ്കിൽ വേദനയോടെ നിലവിളിക്കുന്നത് കണ്ടാലെങ്കിലും ഒരു മനുഷ്യന് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ബോധം വരില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോധമില്ലാത്ത ഇത്തരം പ്രവൃത്തികൾ ഈ ചെറുപ്പക്കാരന് ചെയ്യാൻ സാധിച്ചത്? ഇതിപ്പോൾ അഫാന്റെ കാര്യം മാത്രമല്ല, നമ്മൾ ഈയിടെയായി കേൾക്കുന്ന എല്ലാ കാര്യങ്ങളിലും യാതൊരു വേദനയുമില്ലാതെ അല്ലെങ്കിൽ ഒരു കുറ്റബോധവും ഇല്ലാതെ കൂടെയുള്ള ആൾക്കാരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം, അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം നിസ്സംഗ ഭാവത്തോടെ ഇതുപോലെ കീഴടങ്ങുന്ന ഒരുപാട് കേസുകൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടു. അതല്ലെങ്കിൽ അത് ഒളിപ്പിച്ചു വെക്കുന്ന കഥകൾ കേട്ടു. നമ്മുടെ സമൂഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന ആശങ്ക കുറച്ചൊന്നുമല്ല ഇപ്പോൾ നമ്മളെയൊക്കെ അലട്ടുന്നത്. എന്തായാലും ആശാ വർക്കർ പറഞ്ഞതുപോലെ തന്നെ നോമ്പ് പിടിക്കുന്ന ഒരാളാകുമ്പോൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ഒരാളാകുമ്പോൾ, നിസ്കരിക്കുന്ന ഒരാളാകുമ്പോൾ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ സഹജീവികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും. ഏത് മാനസികാവസ്ഥയിലാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ മാനസികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും കല്ലറ പാങ്ങോട്ടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയിട്ടാണ് ഈ ഒരു സീരിയൽ കൊലപാതകത്തിന് തുടക്കമിട്ടത്. മുത്തശ്ശി സൽമ ബിവി, 88-കാരിയായ മുത്തശ്ശി സൽമ ബിവിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് അച്ഛൻ്റെ സഹോദരൻ്റെ വീട്ടിലെത്തി സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെ വെട്ടിക്കൊന്നത്. പിന്നെയാണ് സ്വന്തം വീട്ടിലെത്തി സഹോദരനെയും പെൺകുട്ടിയും കൊലപ്പെടുത്തിയത്. എന്തായാലും അച്ഛൻ്റെ കടം ഒരു ഇത്രയധികം വിഷമിപ്പിക്കുമോ, അല്ലെങ്കിൽ ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി അയാളുടെ തലയിൽ വന്ന് കയറാനുള്ള ഒരു സാഹചര്യം എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും ചെറുപ്പക്കാരായ കുട്ടികൾ, ചെറിയ കുട്ടികൾ, അവരൊക്കെ ഇത്രയും ക്രൂര മനസ്സിൻ്റെ ഉടമകളാകുന്നത് എന്തിനാണ് എന്നൊരു വിശകലനം മാത്രം നടത്തി ഇതാണ് എന്ന് പറഞ്ഞിരിക്കുകയല്ല. ആ വിശകലനത്തിന് ശേഷം എന്തൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ചിന്തിക്കാൻ, നല്ല രീതിയിൽ സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറാനുള്ള രീതിയിൽ കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുമൊക്കെ ചിന്തിക്കേണ്ട കാലം എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ഭയപ്പാടാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ അടുത്ത നിമിഷം നമ്മുടെ നേരെ എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ആക്രമിക്കും, ഒന്നും ആരോടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, നോ എന്ന് ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് പോവുകയാണ് എന്ന ഒരു ആശങ്ക തന്നെയാണ് ഈ കൊലപാതകത്തിലൂടെ ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഈ സംഭവവും ഇതിപ്പോൾ ആ സംഭവത്തിൻ്റെ ഞെട്ടൽ അത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിയുമ്പോൾ
എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് പോകും, അവരവരുടെ കാര്യങ്ങളിലേക്ക് പോകും. പിന്നെ ഒരു അടുത്ത സംഭവം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ചുറ്റും നിൽക്കുന്നവരുടെ ഇടയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.